നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പർ. ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ വേഗത്തിൽ ഉയർച്ചയിലേക്ക് എത്തിച്ചേരണമെന്ന് ചിന്തിച്ചുകൊണ്ട് ബുദ്ധിപരമായിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്ന ഈ പൂയം നക്ഷത്രക്കാരിൽ കൂടുതലായിട്ടുള്ള ശ്രദ്ധയോടെ വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. കാരണം ബുധനും ചൊവ്വയ്ക്കും രാഹുവിനുമെല്ലാം തന്നെ അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിനാണെങ്കിൽ ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ടും പൂയം നക്ഷത്രക്കാർ ഈ മാർച്ച് മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കണം. എന്നാൽ കർമ്മപരമായിട്ടാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ കുറച്ചൊക്കെ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. കാരണം നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരനും സുഖനാഥനും ശയനകളത്രകാരകനുമായിരിക്കുന്ന ശുക്രന് ഉച്ചബലത്തോടു കൂടിയിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും ബിസിനസ് സംബന്ധമായിട്ട് കർമ്മ സംബന്ധമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. എന്നാലോ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ രാഹുവുമായിട്ട് അഷ്ടമഭാവത്തിൽ യോഗം ചെയ്യുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ മാർച്ച് മാസത്തിൽ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കർമ്മമണ്ഡലത്തിലാണെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ട് സഹായികളുമായിട്ട് തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം. വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമാശീലവും കർമ്മസംബന്ധമായിട്ട് കൂടുതൽ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനകാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കാരണം വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന ചൊവ്വയ്ക്കും അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിനാണെങ്കിൽ ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ അലസത വരാതെ ക്ഷീണം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ വേണം ഈ ഒരു മാർച്ച് മാസത്തിൽ. ഇനി കുടുംബത്തിലാണെങ്കിലോ കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും ഈ സമയങ്ങളിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ മനോവിഷമതകൾ വരാതെ അഭിപ്രായ ഭിന്നതകൾ വരാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ധനപരമായിട്ട് കൊടുക്കൽ വാങ്ങലുകളിൽ പ്രത്യേകിച്ച് നഷ്ടം വരാതെ നോക്കണം. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് പൂയം നക്ഷത്രക്കാർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.